ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിം പുരോഹിതന്മാരുടെ കോൺസെപ്റ്റിൽ ഈ സ്വതന്ത്ര ഭാരതം ഇപ്പോൾ ഒരു പാകിസ്ഥാനോ ഇറാനോ ഒക്കെ ആണോ എന്ന് തോന്നിപ്പോകും. ഇവരുടെ പല രൂപത്തിലുള്ള ആശയങ്ങളും നിലപാടുകളും പ്രസ്താവനകളും ഉപദേശങ്ങളും കൽപ്പനകളും ഒക്കെ കാണുമ്പോൾ ഓണം, ക്രിസ്മസ്, ദീപാവലി, വിഷു തുടങ്ങിയ ആ മുസ്ലിങ്ങളുടെ ആരാധനകൾ, അവരുടെ ആഘോഷങ്ങൾ, അവരുടെ ആചാരങ്ങളൊക്കെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ മത തീവ്രവാദം നുരപൊക്കി പുറത്തേക്ക് വരുന്നത്. ഇവരുടെ ആഘോഷങ്ങൾ, ഇവരുടെ ആരാധനകൾ, ഇവരുടെ ആചാരങ്ങൾ അതിനൊക്കെ മുൻതൂക്കം നൽകിയേ പറ്റൂ. പക്ഷേ ഹിന്ദുക്കൾ എന്തെങ്കിലും ഇപ്പോ മഹാകുംഭമേള, ആറ്റുകാൽ പൊങ്കാല, അങ്ങനെ ക്രിസ്മസ് ആകട്ടെ, ഓണമാകട്ടെ, വിഷു ആകട്ടെ, കാർത്തികയാകട്ടെ, അങ്ങനെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സംബന്ധിക്കുന്ന അവരുടെ ഏത് രൂപത്തിലുള്ള ആഘോഷങ്ങൾ വന്നാലും ശരി, ആദ്യം വിഷം തുപ്പിക്കൊണ്ട് മുന്നോട്ട് വരുന്നത് ഈ മുസ്ലിം പുരോഹിതന്മാരായിരിക്കും. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കരുത്. ഇതൊരു മതേതര രാജ്യമാണ് എന്നത് അവർ മറക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരു ബഹുസ്വര സമൂഹമാണുള്ളത്. മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മതരഹിതനെന്നോ വ്യത്യാസമില്ലാതെ മതത്തിൽ നിന്നും തികച്ചും വിഭിന്നമായിട്ടുള്ള ഒരു ഇതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഈ രാജ്യത്ത് ഈ വിഭാഗങ്ങൾ ഇവരുടെ 6-ാം നൂറ്റാണ്ടിലുള്ള മതവും ഗോത്ര നിയമവും ഒക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ചോദ്യം ചെയ്തെന്ന് തന്നെ. ഇപ്പോൾ മഹാകുംഭമേള നിരോധിക്കണം എന്ന ആവശ്യവുമായി അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്താണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിന് മഹാകുംഭമേള നിരോധിക്കാൻ ഇത് ഇസ്ലാമിക കൺട്രി ആണോ എന്ന് ചോദിക്കാൻ ആരുമില്ല ഇവിടെ. അതിനായി അവരുയർത്തുന്ന പ്രധാനപ്പെട്ട കാരണം മഹാകുംഭമേളയിൽ പങ്കെടുത്ത് മുസ്ലിങ്ങൾ മതം മാറുമോ എന്ന് ഭയന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ മതത്തിൽ അവരെ പിടിച്ചു നിർത്താൻ ഒന്നുമില്ലേ? നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാനും മറ്റൊരു മതത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ അവരെ കെട്ടിമുറുക്കിയിടേണ്ട കാര്യമുണ്ടോ? ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ മതം വളരുകയാണ് എന്ന് പറയുന്നു. മതം മാറാനോ മതം വിടാനോ ഉള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടല്ലേ മതം വളരുന്നു എന്ന് പറയേണ്ടത്. അവർക്ക് നിർഭയമായി അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഒരു സാഹചര്യം ഒരുക്കിയിട്ടല്ലേ ഇസ്ലാം മതത്തിൽ അവർ അടിയുറച്ച് നിൽക്കുന്നു എന്ന് പറയേണ്ടത്. മഹാകുംഭമേളയിൽ പങ്കെടുത്ത് അത്രമാത്രം ദുർബലരായിട്ടുള്ള വിശ്വാസികൾ അങ്ങ് പോകുമെങ്കിൽ പോകട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത്. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോകട്ടെ എന്ന്. അപ്പൊ മഹാകുംഭമേളയിൽ മുസ്ലിങ്ങളെ വിശ്വസിപ്പിക്കാൻ, മുസ്ലിങ്ങൾക്ക് അതിലേക്ക് പോകാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ നമ്മളുടെ മതത്തിൽ ഇപ്പോഴും വിശ്വാസയോഗ്യമായ ഒന്നും തന്നെ ഇല്ല. മുസ്ലിങ്ങളെ ഈ മതത്തിൽ പിടിച്ചു നിർത്താൻ പര്യാപ്തമായിട്ടുള്ളതൊന്നുമില്ല. ഇസ്ലാമിലെ വിശ്വാസങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്നെന്നോ, മുസ്ലിം പുരോഹിതർ, മുസ്ലിം പണ്ഡിതന്മാർ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, ഇസ്ലാം മതത്തിന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ, കൽപ്പനകൾ ഇതൊക്കെ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണോ ഇവർക്ക് കുംഭമേളയിൽ ഉൾപ്പെട്ട് അതിനകത്ത് ഏർപ്പെട്ട് ആളുകളൊക്കെ അങ്ങ് മതം മാറിപ്പോകുമെന്ന ഭയം? ഇവര് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവരല്ല. ഇതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇരിക്കട്ടെ, ഇത്തരം അമുസ്ലിങ്ങളുടെ പരിപാടികൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ജമാഅത്ത് പ്രസിഡന്റ് മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ റസ്വി ബറേൽവിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ചിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ പൂട്ടിയിടും, അതല്ലെങ്കിൽ പട്ടിയെ അടിച്ചു കൊല്ലും, അതുമല്ലെങ്കിൽ പട്ടിയെ പൂട്ടിയിട്ട് ചികിത്സിക്കും. അതല്ലാതെ ക്വാറന്റൈൻ പ്രഖ്യാപിച്ച് മുഴുവൻ മനുഷ്യരും പുറത്തിറങ്ങരുത് എന്നുള്ള ഉത്തരവൊന്നും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊന്നും കേട്ടുകേൾവി പോലുമില്ല. സ്വന്തം മതത്തിൽപ്പെട്ടവരെ തന്നെ വിശ്വാസമില്ലാത്ത രൂപത്തിൽ തരം താഴ്ന്നു പോയിരിക്കുകയാണോ മുസ്ലിങ്ങൾ? വിശ്വാസികളെ അങ്ങനെ പിടിച്ചു നിർത്തേണ്ട കാര്യമുണ്ടോ? അവരെ കെട്ടിപ്പൂട്ടിയിട്ടാൽ മാത്രമേ മുസ്ലിങ്ങൾ വളരത്തുള്ളൂ, ഇസ്ലാം വളരത്തുള്ളൂ. മഹാകുംഭമേളയുടെ പേരിൽ വിദ്വേഷം പരത്താൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നു എന്ന് വേറെ ഒരു പറ്റം ആളുകൾ ആരോപിക്കുന്നു. കത്തിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ 100 കണക്കിന് മുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്യുമെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മൗലാന കത്തിൽ ഈ വിവരം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തിന്റെ തുടക്കം തന്നെ. UP സർക്കാർ മതപരിവർത്തനത്തിനെതിരെ നിയമം പാസാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ കുംഭമേളയ്ക്കിടയിൽ മുസ്ലിങ്ങളെ മതം മാറ്റിയാൽ ആ മതപരിവർത്തനം നിയമത്തിന്റെ പരിധിയിൽ വരും. ഇത് കാരണം രാജ്യത്തും സംസ്ഥാനത്തും സംഘർഷം പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മതപരിവർത്തന പരിപാടി നിരോധിക്കണമെന്നും കുംഭമേള ഒരു മതപരമായ പരിപാടിയാണെന്നും അത് സമാധാനപരമായും ഭംഗിയായും പൂർത്തിയാക്കണം, സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന സന്ദേശമായിരിക്കണം ഇവിടെ നിന്ന് ലഭിക്കേണ്ടത്, അല്ലാതെ അതിനെ തകർക്കുന്നതല്ല. 100 കണക്കിന് മുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്താൽ മതമൗലികവാദ ആശയങ്ങളുള്ള മുസ്ലിം സംഘടനകൾക്കും ക്രിസ്ത്യൻ മിഷനറിമാർക്കും വളരെയധികം പ്രയോജനം ലഭിക്കുമെന്നും
അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കുമെന്ന് മൗലാന കത്തിൽ പറയുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളെ മതം മാറ്റരുതെന്ന് മൗലാന പറഞ്ഞു വെക്കുകയാണ്. ഹിന്ദു മതത്തിൽ നിന്നും ആളുകളെ മതപരിവർത്തനം ചെയ്യിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് മതപരിവർത്തനം നടത്തുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഇവിടെ ലവ് ജിഹാദൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. 33,000-ഓളം സ്ത്രീകളെ കാണാനില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇവരെ മതം മാറ്റിയോ? വിവാഹം കഴിപ്പിച്ചോ? കൊന്നോ? എവിടെയെങ്കിലും ജീവനോടെയുണ്ടോ? അതോ സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ എങ്ങാനും നാട് കടത്തിയോ? ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന വിഷയമാണിത്. നമുക്കറിയാം, ഒരുപാട് മുസ്ലിങ്ങൾ ഇപ്പൊ ഗുരുവായൂരിൽ തന്നെ ഒരുപാട് മുസ്ലിങ്ങളാണ് ഗുരുവായൂരിൽ എത്തുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അവർ റീൽസ് എടുക്കുന്നു, അവര് ഗുരുവായൂരപ്പനെ ഒന്ന് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ നിരന്തരം കാണുന്നവരാണ് നമ്മൾ. അതുപോലെ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ ഒക്കെ ഏറ്റുപറഞ്ഞ്, ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കരയുകയും ആ മുത്തപ്പൻ മുസ്ലിം സ്ത്രീയെ സമാധാനിപ്പിക്കുന്ന രീതികളും ഒക്കെ നമ്മൾ എമ്പാടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാം മതത്തിൽ ഇവർക്ക് വിശ്വസിക്കാൻ പരലോകം പറഞ്ഞ് നിങ്ങൾ പേടിപ്പിച്ചിട്ടും, സ്വർഗം കാണിച്ച് നിങ്ങൾ പ്രലോഭിപ്പിച്ചിട്ടും, നരകം കാണിച്ചിട്ട് നിങ്ങൾ പേടിപ്പിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ഒന്നും ഇവരെ ഈ മതത്തിനകത്ത് കൂട്ടിച്ചേർത്ത് നിർത്താൻ ഒന്നും തന്നെ കണ്ടില്ലേ. ഇനി ആകെയുള്ള ഇവരുടെ ഏക പ്രതീക്ഷ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ആരാധനകൾക്ക് തുരങ്കം വയ്ക്കണം. ശബരിമല പൂട്ടാൻ പറയുമോ? പത്മനാഭസ്വാമി ക്ഷേത്രം അടയ്ക്കാൻ പറയുമോ? ശബരിമല അടയ്ക്കണം, ഗുരുവായൂരമ്പലം അടയ്ക്കണം, ഇനിയും വേളാങ്കണ്ണി ഇതൊക്കെ അടയ്ക്കണമെന്ന് ഇവർ പറയുമോ? അപ്പോൾ ഇവരാകെ ചെയ്യുന്നത് എന്താണ്? ഇത്രയും കാലവും ഇസ്ലാം പടവലങ്ങ പോലെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നിവർ അഭിപ്രായപ്പെടാനുള്ള കാരണം എന്താണ്? ഇതാണ് ഇസ്ലാമിന്റെ വളർച്ച, തളച്ചിടുവാണ്. ഈ മതത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് മതം വിട്ടവനെ കൊല്ലണം എന്ന ആശയം ഈ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് പേടിച്ച് പല ആളുകളും അവർ മനസ്സിലാക്കി ആശയം പോലും തുറന്നു പറയാൻ കഴിയുന്നില്ല. നമ്മുടെ കമന്റ് ബോക്സിലും ചാറ്റ് ബോക്സിലൊക്കെ വരുന്നവര് നിങ്ങളുടെ അത്രയും ധൈര്യമില്ല. കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ മതം ഒരു പൊള്ളയാണെന്നും ഇത് അന്ധവിശ്വാസമാണെന്നും ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ലാന്നും ജനാധിപത്യ വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തുറന്നു പറയാൻ ഭയമാണ്. മരിച്ചാൽ പള്ളിയിൽ കബറടക്കണം, ഞങ്ങൾക്ക് പള്ളിക്കാര് വേണം, കെട്ടിച്ചുവിട്ട മക്കളുടെ ഭാവി, ഇനി പഠിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കളുടെ വിവാഹങ്ങള്, കുടുംബങ്ങള്, പള്ളി, മഹല്ല്, സമുദായം, സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കണം. കുടുംബക്കാരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തും. ആ ഒറ്റപ്പെടലൊന്നും ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ വയ്യ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങളാൽ തളച്ചിടപ്പെടുവാണ്. ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയെന്നതിന്റെ പേരിൽ അതിന്റെ ഉമ്മ മരിച്ചിട്ട് പോലും പള്ളിയിൽ കബറടക്കിയില്ല. എന്തിനാ പേടിപ്പിക്കുക? അതല്ലാതെ വിശ്വാസയോഗ്യമായതോ യുക്തിപരമായി ഇതിനകത്ത് നിലനിർത്താൻ പറ്റുന്നതോ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ആളുകൾ ഈ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നിവർ ഭയപ്പെട്ട് നിലവിളിക്കാൻ കാരണം. നന്ദി.